ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് മഴയത്ത് ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം കഴിവതും വെള്ളക്കെട്ടിലൊന്നും വാഹനങ്ങൾ ഇറക്കാതിരിക്കുക. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പാലായിലേക്കാണ്. അപ്പോൾ പാലായിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ വിഷയങ്ങൾ കാണാം. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് തന്നെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുക. പാലായിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇൻവേർട്ടർ വരുന്ന യൂറ്റിൽ ഗാമ പ്ലസിൻ്റെ 1 kVയുടെ ഇൻവേർട്ടറാണ്, 12 വോൾട്ട്. അപ്പോൾ അതിൽ ABPT ഇൻബിൽഡ് വരുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന 12.8 100Ah ലിഥിയം യൂറ്റിൽ ബാറ്ററി തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. 1.2 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു സിസ്റ്റമാണ്. 40 ആംപിയറോളം ചാർജിങ് കറണ്ട് കൊടുക്കാൻ പറ്റും. MPPT ഇൻബിൽഡ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സോളാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ചെറിയൊരു വീടുകളിലേക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ്. കറണ്ട് ബില്ല് കുറയ്ക്കാൻ പ്ലസ് ഇൻവേർട്ടറിൻ്റെ ബാക്കപ്പും കിട്ടുന്നൊരു സിസ്റ്റമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററിയുടെ 12.8 വോൾട്ട് 100Ah ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. 80 ആംപിയർ ഡിസ്ചാർജിങ്, 40 ആംപിയർ കറണ്ടും. ലോ കട്ട് 10.5ഉം ഹൈ കട്ട് 15 വോൾട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സാധാരണ ഇൻവേർട്ടറിന് കണക്ട് ചെയ്യാം. പക്ഷേ സാധാരണ ഇൻവേർട്ടർ ചില ഇൻവേർട്ടറുകളൊക്കെ 10 വോൾട്ട് ആയിരിക്കും ഡിസ്ചാർജിങ്ങിൻ്റെ ലോ കട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവും. നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടറിലെ വോൾട്ടേജൊക്കെ വേരി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിൽ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. താങ്ക് യു.